വായിച്ചും കേട്ടും അറിയുന്നതിനേക്കാൾ അനുഭവിച്ചറിയുന്നതിനാണ് ആഴവും വിശ്വാസ്യതയും കൂടുതലെന്ന് പലപ്പോഴും തോന്നാറില്ലേ? മറ്റൊരാളുടെ സങ്കടങ്ങളും അലച്ചിലുമൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്ത്, ഇതിലും വേദനിച്ച എത്രയോ പേരുണ്ടെന്നൊക്കെ നമുക്ക് ലളിതമായിട്ട് പറയാൻ പറ്റുന്നതിൻ്റെ കാരണം നമ്മൾ ആ മനുഷ്യരുടെ ജീവിതത്തെ, സാഹചര്യങ്ങളെ ഒന്നും അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. അതിൻ്റെ തീവ്രതയിൽ കടന്നു പോകാത്തത് കൊണ്ടാണ്. പലപ്പോഴും ഒരേ സാഹചര്യങ്ങളിൽ മുറിവേറ്റ മനുഷ്യർ പരസ്പരം ചേർന്ന് നിൽക്കുന്നതും കൂട്ടായ്മ രൂപപ്പെടുന്നതെല്ലാം ഈ അനുഭവിച്ചറിയലിൻ്റെ അടിസ്ഥാനത്തിലാണ്. പുതുഞാറിലെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അനുഭവിച്ചറിയാത്ത ഒന്നും അംഗീകരിക്കില്ലെന്ന് അങ്ങേയറ്റം മാനുഷികമായും ഒരുപക്ഷെ വൈകാരികമായും ശാഠ്യം പിടിക്കുന്ന തോമാസ് ലീഹായെയും ആ ആഗ്രഹം സാധിച്ചു കൊടുത്തുകൊണ്ട് ഇനി ഒരിക്കലും ആർക്കും കവർന്നെടുക്കാനാകാത്ത വിധം തോമായുടെ ഹൃദയം കവരുന്ന കർത്താവിനെയാണ്. ശാഠ്യങ്ങൾക്ക് മുൻപിൽ തോറ്റുകൊടുക്കുമ്പോൾ നാം പരാജയപ്പെടുകയല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരെ ജയിക്കാൻ അനുവദിക്കുകയാണ്, അവരെ എന്നേക്കുമായി സ്വന്തമാക്കുകയാണ്. ശാഠ്യങ്ങൾ പോലും സ്വീകാര്യനായ തമ്പുരാൻ, എൻ്റെ ദൈവം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താകണം. എൻ്റെ ഉള്ളിലെ കൊച്ചു നൊമ്പരവും പിടിവാശിയും ദേഷ്യവുമൊക്കെ മനസ്സിലാക്കുന്ന എൻ്റെ ദൈവം, മറ്റുള്ളവർക്ക് അസംബന്ധമെന്നും അഹങ്കാരമെന്നുമൊക്കെ തോന്നുന്ന കാര്യങ്ങൾ പോലും എന്നോടുള്ള സ്നേഹത്തെ പ്രതി അംഗീകരിക്കുന്നൊരു ദൈവം. ആരാണ് അങ്ങനെയൊരു ദൈവത്തെ, അല്ലെങ്കിൽ പോട്ടെ ചങ്ങാതിയെ ആഗ്രഹിക്കാത്തത്? പുതുഞാറാഴ്ചകളിൽ ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം അവിശ്വാസിയായ തോമയല്ല, അംഗീകാരം കൊതിക്കുന്ന തോമയാണ് ഓർമ്മ വരാറുള്ളത്. നമ്മളെല്ലാവരിലും അതൊരു തോമയുണ്ട്. സ്നേഹിക്കുന്നവർ ഒന്നാമതായി നമ്മെ പരിഗണിക്കണമെന്ന് ചിലപ്പോഴെങ്കിലും നിർബന്ധമുള്ള നമ്മളിൽ നിന്ന് ഒട്ടും അകലെയല്ല തോമസ് ലീഹ. എൻ്റെ അസാന്നിധ്യത്തിൽ നീ വന്നെന്ന് മറ്റുള്ളവർ പറഞ്ഞറിയുന്നത് എനിക്ക് സങ്കടമാണ് ഈശോ. ഞാൻ ഇത്രയേറെ സ്നേഹിച്ചിട്ടും നീ എന്നെ ഒഴിവാക്കിയില്ലേ? ഇല്ല, ഒരിക്കലും എൻ്റെ ഈശോയ്ക്ക് എന്നോട് അങ്ങനെ ചെയ്യാനാകില്ല എന്നൊക്കെ തോമ കരുതിയിട്ടുണ്ടാകാം. ആണിപ്പഴുതിൽ വിരലിടാനും പാർശ്വത്തിൽ സ്പർശിക്കാനും ഒക്കെ തോമ ശഠിക്കുന്നത് സ്നേഹത്തിൻ്റെ പേരിലാണ്. ഈശോ മുന്നിൽ വന്ന ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചപ്പോൾ സ്നേഹച്ചൂടിൽ തോമയുടെ താനെന്ന ഭാവം അലിഞ്ഞില്ലാതായി. ഇനി ഒരിക്കലും മരണത്തിന് പോലും സംശയം ജനിപ്പിക്കാനാകാത്ത അത്ര ആഴത്തിൽ തോമയുടെ ഹൃദയത്തിൽ ക്രൂശിതൻ കുടിയിരുന്നു. കുന്തമനയിൽ പ്രാണൻ വെടിയുമ്പോഴും തോമ ഓർത്തത് ഗുരുവിൻ്റെ പാർശ്വത്തിലെ മുറിവിൽ നിന്ന് തൻ്റെ വിരൽത്തുമ്പിലൊട്ടിയ രക്തത്തുള്ളികളെയാണ്. അനുഭവിച്ചറിഞ്ഞവൻ്റെ ജീവൻ്റെ വചനത്തിനായി ജീവൻ കോലും കൊടുക്കാൻ തോമാക്ക് കഴിഞ്ഞു. ശരീരത്തിലെ മുറിവുകൾ സ്നേഹത്തിൻ്റെ അന്തിമ മുദ്രകളാണെന്ന് തോമ ആ മുറിവുകളെ തൊട്ടപ്പോൾ അനുഭവിച്ച് അറിഞ്ഞു. വിശ്വാസത്തിൻ്റെ സൂര്യോദയം സംഭവിക്കുകയും ചെയ്തു തോമായുടെ ജീവിതത്തിൽ. എല്ലാം ബുദ്ധി കൊണ്ട് മാത്രം അളക്കാൻ ശ്രമിക്കുന്ന ആധുനിക ലോകത്തിന് തോമ നൽകുന്ന പാഠം കൃത്യമാണ്. യുക്തിയിലൂടെ നമുക്ക് ദൈവത്തെ തിരയാം, എന്നാൽ വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയൂ. സത്യത്തെ വെറുതെ ഒരു വാർത്തയായി കേൾക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല, മറിച്ച് അതൊരു അനുഭവമായി മാറണമെന്ന തീവ്രതയാണ് അദ്ദേഹത്തെ നയിച്ചത്. ആ സ്പർശനമാണ് തോമസിനെ എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ എന്ന അത്യുന്നത പ്രഖ്യാപനത്തിലേക്ക് നയിച്ചത്. മരിക്കാൻ തയ്യാറാതെ തീഷ്ണതയും അണയാതെ സൂക്ഷിച്ച അന്വേഷണ ബുദ്ധിയും അവനെ ദൈവമെന്ന് ഏറ്റുപറഞ്ഞ ആത്മവിശ്വാസവുമാണ് തോമാസ് ലീഹായെ വ്യത്യസ്തനാക്കുന്നത്. നാം കണ്ടുമുട്ടുന്നത് ദൈവാനുഭവങ്ങളിലേക്ക് തിരിച്ചു നടക്കുന്നവരെ രാജകീയമായി പരിഗണിക്കുന്ന, അവരുടെ ഇന്നലകളിലെ ഇടർച്ചകൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന സ്നേഹനിധിയായ ദൈവത്തെ കൂടിയാണ്. മറ്റാർക്കുമില്ലാത്ത ദൈവാനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും നന്ദികേട് കാട്ടിയ ജനത്തിന് തിരിച്ചു വരാൻ അവസരം കൊടുക്കുന്ന ദൈവം ബൈബിളിലല്ലാതെ മറ്റെവിടെ നമുക്ക് കാണാൻ പറ്റുക? നമ്മൾ അവൻ്റെ സാക്ഷികളാണ്. വേദഗ്രന്ഥത്തിനപ്പുറം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ തവണ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി എന്തെന്ന ചോദ്യത്തിന് മുന്നിൽ ഇടറി നിന്ന നമ്മിലേക്ക് മനുഷ്യനായും മാലാഖയായും നല്ല വാക്കായും ദൈവം ഇറങ്ങിയ നിമിഷങ്ങളെല്ലാം നമ്മെ മറ്റൊരു മാർത്തോമയാക്കട്ടെ. ഭക്തി കൃത്യങ്ങൾക്കപ്പുറം സ്നേഹിതനാകാനും അനുഭവിച്ചറിഞ്ഞ ജീവൻ്റെ വചനത്തിൻ്റെ സാക്ഷികളാകാനും ക്രിസ്തു നമ്മെ വിളിക്കുന്നു. വരൂ, തോമയെപ്പോലെ നമുക്കും അവനോടുകൂടി മരിക്കാം എന്ന് ഈ ദിവസം പറയുകയാണ്. മറ്റൊരു പ്രത്യേകത, ഇന്ന് കരുണയുടെ തിരുനാളാണ്, ദൈവകരുണയുടെ തിരുനാൾ. 2000 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായർ കരുണയുടെ തിരുനാളായി പ്രഖ്യാപിച്ചത്. പോളണ്ടിലെ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ചിത്രം പകർത്തുവാൻ ആവശ്യപ്പെട്ടു. 1934 കരുണയുടെ ചിത്രം പൂർത്തിയായി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയും കരുണയുടെ തിരുനാളിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിപ്രായത്തിൽ ദൈവത്തിൻ്റെ സ്ഥായിയായ സ്വഭാവം കരുണയാണ്.
ദൈവത്തിൻ്റെ കരുണയുടെ മുഖം ക്രിസ്തുവിലൂടെയാണ് മനുഷ്യന് വെളിപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ ഈ കരുണയുള്ള കണ്ണിലൂടെ നമ്മൾ ലോകത്തെ നോക്കിക്കാണുന്നു. എക്സ്ട്രാ ഓർഡിനറി ജൂബിലി വർഷത്തിൽ 2015 ഇറക്കിയ കരുണയുടെ മുഖം എന്ന തൻ്റെ പേപ്പൽ ബുള്ളറ്റിൻ ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ സവിശേഷ ഗുണമാണ് കരുണ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. ലൂക്കായുടെ സുവിശേഷം 6:39 ഈശോ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ബൈബിൾ കാണിച്ചു തരുന്ന ദൈവത്തിൻ്റെ ചിത്രം കരുണയുള്ള ഒരു പിതാവിൻ്റെതാണ്. അവിടുന്ന് അനുസരണക്കേട് കാണിച്ച ആദ്യ മാതാപിതാക്കളോട് കരുണ കാണിക്കുന്നു. സഹോദരനെ കൊന്ന കായേനോട് കരുണ കാണിക്കുന്നു. നോഹയോടും കുടുംബത്തോടും ലോത്തിനോടും കുടുംബത്തോടും കരുണ കാണിക്കുന്നു. നിനവെ നിവാസികളോട് കരുണ കാണിക്കുന്നു. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ. അതുകൊണ്ട് ക്രിസ്ത്യാനിയാണെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ പിതാവിനെ പോലെ കരുണയോടെ പെരുമാറാൻ പഠിക്കണം. ചില പിള്ളേരെയൊക്കെ കാണുമ്പോൾ, അവരുടെ പെരുമാറ്റം കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇവൻ്റെ അപ്പൻ്റെ സ്വഭാവമാണ്. നമ്മുടെ പെരുമാറ്റം കണ്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സ്വർഗത്തിലെ അപ്പൻ്റെ സ്വഭാവമാണെന്ന്? എങ്ങനെയാണ് കരുണ കാണിക്കേണ്ടത്? നിങ്ങളുടെ സംസാരം ഹൃദ്യവും കരുണാസ്മരണമായിരിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്. എന്ന് വെച്ചാൽ സംസാരത്തിലാണ് ആദ്യം കരുണ കാണിക്കേണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതും ഈ വാക്കുകളിലൂടെയാണ്. അതുകൊണ്ട് സംസാരം കുറച്ചുകൂടി നിയന്ത്രിക്കാനായിട്ട് പരിശ്രമിക്കാം. വാക്കാണ് മുറിവുണ്ടാക്കുന്നതും മുറിവ് ഉണക്കുന്നതും. തോമാസ് ലീഹയുടെ ശാഠ്യമനുസരിച്ച് ഈശോ അയാൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് കരുണയുടെ മറ്റൊരു സവിശേഷത. അതായത് വേറൊരാൾ ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് ചെയ്തു കൊടുക്കുക. അതല്ലെങ്കിൽ മറ്റൊരാളുടെ ശാഠ്യങ്ങൾക്ക് മുൻപിൽ സ്വയം മുട്ടുമടക്കുക. അതാണ് കരുണ എന്ന് പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, കമ്പാഷൻ ഈസ് നത്തിങ് ബട്ട് ടു സീ ദ വേൾഡ് ത്രൂ ദി ഐസ് ഓഫ് ദി അതർ. അപരൻ്റെ കണ്ണിലൂടെ ലോകത്തെ നോക്കിക്കാണാൻ പറ്റുന്നത് എന്തോ അതാണ് കരുണ. കരുണയുണ്ടാകട്ടെ.